ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നടപ്പാക്കിയ ജനക്ഷേമം, വികസനം, ഈ പാതയിലൂടെ LDF മുന്നോട്ട് പോകണം. അതിന് ഈ തിരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടണം. അതിന് വലിയ ഭീഷണി ഉയർത്തുന്നത് ഒന്ന് UDFൻ്റെ അവസരവാദ രാഷ്ട്രീയമാണ്. എല്ലാതരം വർഗീയതകളുമായി രഹസ്യമായി സഹകരിക്കുന്ന UDFൻ്റെ സമീപനമാണ്. ന്യൂനപക്ഷത്തുള്ള മതരാഷ്ട്രവാദികളുമായി പരസ്യമായിട്ട് കൂട്ടുചേരുകയാണ് കോൺഗ്രസ്. പിന്നെ ഈ പറഞ്ഞ പോലെ SDP പോലെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തന രീതികൾ പിന്തുടരുന്നവരുണ്ട്. അപ്പം CPIMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വർഗീയ നിലപാടെടുക്കുന്നവരുമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനശൈലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളത് പിന്തുടരുന്നവരുമായും സഹകരിക്കുന്ന യാതൊരു പ്രശ്നമേ ഇല്ല. എന്നാൽ ഇത്തരത്തിലുള്ള സംഘടനകൾ അവരവരുടേതായ കാരണങ്ങളാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു തരത്തിലും അവർക്ക് സ്വീകാര്യരല്ലാത്ത ചിലരെ പരാജയപ്പെടുത്തണം. അതിന് ആ മണ്ഡലത്തിൽ ഏറ്റവും സാധ്യതയുള്ളത് ആർക്കാണ് എന്ന് അവർ പരിശോധിച്ചിട്ട് അവരവരുടെ നിഗമനങ്ങളിലെത്തി അവർ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് വരും. അതിൽ ഇത്തരം സംഘടനകളുമായി സംസാരിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാക്കി അവരുടെ വോട്ടുകൾ നേടുക എന്നൊരു സമീപനമേ CPIMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അവരുടേതായ നിലകളിൽ ഒരു തീരുമാനമെടുത്താൽ ചിലർ ആ പാർട്ടിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കി അതിൽപ്പെട്ടവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, ചിലരുടെ സ്വീകരിക്കുകയില്ല എന്ന തരത്തിലുള്ളൊരു സമീപനമില്ല. അവരുടേതായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്നവർ തീരുമാനിക്കുമ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നവരാരാണെങ്കിലും അതുവരെ അവർ പിന്തുടർന്നു പോന്നിരുന്ന തെറ്റായ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മാറ്റാനുള്ള ചില ശ്രമങ്ങളുടെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിലും അതിനെ കാണാം. അതേതെങ്കിലും ഒരു പാർട്ടി ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല. ഇന്നലെ വരെ UDFൻ്റെ ഭാഗമായി നിന്നവർ, ലീഗിൻ്റെ ഭാഗമായി നിന്നവർ അവരൊക്കെ മാറണമെന്നാണ്. വളരെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ടല്ലോ, ഏത് ദിവ്യനും ഒരു പൂർവ്വകാലമുണ്ടാവാം എന്ന് പറഞ്ഞാൽ ദിവ്യന്മാരായിട്ടുള്ളവർക്ക് പണ്ട് അവരുടെ ജീവിതത്തിൽ അവർ പല തെറ്റും ചെയ്തിട്ടുണ്ടാവാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അദ്ദേഹം ദിവ്യനാണ്, പക്ഷെ മുമ്പ് അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ കുറവുകളുണ്ടാകാം. ഈ ചൊല്ലിൻ്റെ അടുത്ത ഭാഗമാണ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഏത് പാപിക്കും, അല്ലേ, സിന്നറിന് പാപി എന്ന് പറയാമല്ലോ, ഏത് ഭാവിക്കും ഒരു ഭാവി കാലമുണ്ട്, ഏത് ഭാവിക്കും നന്നാകാം ഭാവിയിൽ. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ ഒരു പോയിൻ്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. CPIMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഈ വിഷയത്തിൽ വളരെ തെളിച്ചമുള്ള വ്യക്തമായ ഒരു സമീപനമാണ് ഉള്ളത്. അല്ല, എൻ്റെ സുഹൃത്തെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഉദ്ദേശം ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചോദിക്കുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ ചോദ്യം അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ചോദ്യം എങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ പറയാൻ പാടില്ല. നിങ്ങൾ ഇഷ്ടമനുസരിച്ചാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങളൊരു മറുപടി ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിന് നിങ്ങളല്ല മറുപടി പറയുന്നത്. അതാണ് നിങ്ങളാണ് ചോദിച്ചത്. അതിന് മറുപടി പറയുന്നത് ഞാനാണ്. ഞാൻ പറയുന്ന മറുപടി SDPIയുമായി വോട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ വോട്ടുകൾ നേടുന്ന ഒരു പരിപാടി CPIMനില്ല. അല്ല, അങ്ങനെ നിങ്ങൾ ചോദിച്ചോളൂ. എൻ്റെ മറുപടി ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ, അവർ ചെയ്യട്ടെ. അവരാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അത് അവരുമായി നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ്. അല്ല, വനിതാ മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതാണ്. ഭിന്ന ലൈംഗികതയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടാ
എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ളതിന് പുറമേ ഇപ്പോൾ ഭിന്ന ലൈംഗികതയുണ്ട്, അവർക്ക് പൗരാവകാശം വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പലരുമുണ്ട്, ഇല്ലേ? ഇപ്പോൾ തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയെ കഞ്ഞി കുടിപ്പിക്കും എന്നെല്ലാം ഉള്ള തരത്തിലുള്ള അത് നമുക്ക് ആലോചിക്കാവുന്നത്. അപ്പം നമ്മൾ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എംപവർമെൻ്റ് എന്നുള്ളൊരു വിഷയമുണ്ട്. ഉത്തരവാദിത്വത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് അവസരം കിട്ടണം. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഭിന്നലൈംഗികതയിൽപ്പെട്ടവരുണ്ട്. ഭിന്നലൈംഗികതയുമായി ബന്ധപ്പെട്ടവരുടെ നേരെ വളരെ പ്രതികാരബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു നിയമം പാർലമെൻറ്റിൽ വരികയാണ്. അതിനെക്കുറിച്ച് വിമർശനമുള്ളവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയിലേക്ക് മാത്രം ചുരുക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവർ, എന്നാൽ സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രി ആകുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൽപ്പെട്ട പലരുടെയും പേരുകൾ മാത്രമാണ് കേരളത്തിൽ പറയപ്പെടുന്നത്. സ്ത്രീ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ തക്ക വിധം കേരള രാഷ്ട്രീയ രംഗത്ത് UDFൻ്റെ കൂട്ടത്തിൽ ഒരാളെയും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇതുവരെ. ഇവരെന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട പലരുടെയും പേര് ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങൾ കഴിയുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ്. ആ നിലയിലേക്ക് പരിഗണിക്കാവുന്നവർ എന്ന നിലയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട പലരും മുമ്പ് വളർന്നു വന്നിട്ടുണ്ട്. ഗൗരിയമ്മയെ പോലെ, സുശീല ഗോപാലിനെ പോലെ എല്ലാം. അപ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കരുത്താണ്. അല്ല, UDFന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്നുള്ള കാര്യം VD സതീശൻ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് വിശ്വസിക്കുന്നുണ്ടോ? VD സതീശൻ ഇതുവരെ പറഞ്ഞതാണ്. നാളെ ഇനി VD സതീശൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യാം. അല്ല, നിങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്. നിങ്ങൾ ചോദിക്കുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം കിട്ടുമ്പോഴേ നിങ്ങൾ നിർത്തുന്നുള്ളൂ. മുമ്പ് തിളക്കമുള്ള ഒരു മറുപടി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ പ്രശംസിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ചില സമയത്തെങ്കിലും തിളക്കമുള്ള മറുപടി നൽകാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ, വളരെയധികം സന്തോഷം. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി ഞങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടവർക്ക്, പിന്നെ മുഖ്യമന്ത്രി, സംസ്ഥാന സെക്രട്ടറി, മറ്റുള്ളവരെല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു വർഗീയത. ആ നിലയിൽ വർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ജനവിരുദ്ധ പ്രവണതയാണ് എന്നറിയാമെങ്കിലും പലതരത്തിലുള്ള വർഗീയതയുണ്ട്. ആ വർഗീയതയെ ഓരോന്നിനെയും അനുവാദരഹിതമായി നമ്മൾ സമീപിച്ചുകൂടാ. പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷ മതത്തിൻ്റെ പേരിൽ വർഗീയത ശക്തിപ്പെട്ടാൽ അത് വലിയൊരു ആപത്താണ്. കാര്യം അതിന് ഫാസിസമായി മാറാം. ഇത് നെഹ്റു പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ന്യൂനപക്ഷ വർഗീയതയോ? ന്യൂനപക്ഷ വർഗീയതയും അപകടകരമാണ്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യായീകരണം കൊടുക്കുന്നു. RSSന് സ്വയം ന്യായീകരിക്കാൻ അവസരം കൊടുക്കുന്നു. അതുകൊണ്ട് RSS മാതൃകയിൽ വർഗീയ പ്രവർത്തനവും തീവ്രവാദ പ്രവർത്തനവും നടത്തുന്ന എല്ലാ സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, RSSൻ്റെ ഭീഷണിയെ തുടർന്നാവാം നിങ്ങൾ RSSൻ്റെ മാതൃകയിൽ തന്നെ സംഘടിക്കുന്നത്. പക്ഷെ അത് ചെന്നെത്തുന്നത് RSSന് സ്വയം ന്യായീകരിക്കാനുള്ള അവസരം നൽകുന്നതിലാണ്. അതുകൊണ്ട് ഞങ്ങൾ അനുവാദരഹിതമായി ചിലർ വിമർശിക്കുകയില്ല. RSSനെ കുറിച്ച് 5 വാചകം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും SDPIയെക്കുറിച്ചും 5 വാചകം പറയണം എന്ന തരത്തിൽ
ഈ വിവിധതരം വർഗീയതകളെ സമീകരിക്കുന്ന രീതി, ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതിന് സമീകരിക്കുക എന്നുള്ളതല്ലേ പറയാം. ഇക്വേറ്റ് ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. ഇക്വേറ്റ് ചെയ്യുന്നത് അനീതിയാണ്. ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായ സമീപനമല്ല. ഇതാണ് ഞങ്ങളുടെ സമീപനം. അതുകൊണ്ട് RSS ഭീഷണിക്കെതിരായ ഒരു നിലപാട് ഈ പറഞ്ഞ പോലുള്ള സംഘടനകൾ ഏതെങ്കിലും മണ്ഡലത്തിൽ അവരവരുടേതായ കാരണങ്ങളാൽ എടുത്താൽ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ഒരു മനോഭാവം വെച്ച് നോക്കിയാൽ ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളുടെ പ്രവർത്തകർ പോയി ഓരോ ബൂത്തിലും കാത്തു നിൽക്കണം. ഈ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ LDF വോട്ട് ചെയ്യാൻ വരികയാണോ എങ്കിൽ നിങ്ങളെ ഞങ്ങൾ വിടില്ല. പാടില്ല. മഹാപാതകം. എൻ്റെ സുഹൃത്ത് എന്താണ്? ഇങ്ങനെയല്ല. സ്വന്തം നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയതയിൽപ്പെട്ടവരെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഒരുതരം വർഗീയതയുമായി ഞങ്ങൾ സമീകരിക്കുകയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അവരുടേതായ കാരണങ്ങളാൽ RSSൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ ജയിക്കാനിടയുണ്ട്. അവിടെ നമ്മുടെ പക്കലുള്ള കുറേ വോട്ട് ആ RSS സ്ഥാനാർത്ഥിക്കെതിരായി ജനാധിപത്യ വശത്ത് നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥിക്ക് ചെയ്യുകയാണെങ്കിൽ അയാളെ തോൽപ്പിക്കാൻ കഴിയും എന്നൊരു സമീപനം അവരെടുക്കുന്നുണ്ടെങ്കിൽ ആ സമീപനം എടുക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ CPIM അംഗീകരിക്കുന്നില്ല. ഇനി നാളെ RSSനെതിരായി രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു നിലപാടെടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് സാങ്കല്പികമായൊരു ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം, അഥവാ ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. ബാക്കി ഞാൻ എന്താ പറയാൻ പോകുന്നത്? എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മാറ്റത്തിനിടയിൽ എങ്ങനെയൊക്കെ പരിണാമങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാം. പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം വേറൊരു ഭാഷയിൽ ഞാൻ എൻ്റെ ഭാഷയെ പറയാം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനുള്ള പ്രതികരണം, CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രാഷ്ട്രീയ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. എന്നാൽ നാടിൻ്റെ ഇന്നത്തെ വസ്തുനിഷ്ഠ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ സമീപനങ്ങൾ സന്ദർഭോചിതമായി സാഹചര്യങ്ങൾ നോക്കി ഞങ്ങൾ സ്വീകരിക്കും.